ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് മുന്നോട്ട് പോകുന്നെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ട് മനുഷ്യരിങ്ങനെ വിചാരണ ചെയ്ത് നമ്മളങ്ങനെ സമൂഹ മധ്യത്തിലേക്ക് വലിച്ചെറിയാണ്. സൈബർ ബുള്ളിങ് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നൊരു മാനസികാവസ്ഥ, ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ, അവൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, പിന്നീട് അവൾ സമൂഹത്തിന് വേണ്ടി ജീവിക്കേണ്ടി വരുന്നൊരു ഗതികേട്, സമൂഹം അവളെ ഓരോ നടത്തത്തിലും ഇരുത്തത്തിലും ചിന്തയിലും അവളുടെ സ്വപ്നങ്ങളിൽ പോലും കയറി ഇടപെടുന്ന ഒരു കാഴ്ചകൾ കാണുന്ന സമയത്ത് അവളുടെ സ്വകാര്യതകൾ പോലും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളിൽ ഇതേക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടും അമ്മയായതുകൊണ്ടും എനിക്കതിനെതിരെ പ്രതികരിക്കണം തോന്നി. ഒരുപക്ഷെ നിങ്ങൾക്കത് വളരെ ബാലിശമായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് തോന്നിയാൽ നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറ്റാർക്ക് വേണ്ടിയാണ് സംസാരിക്കുക. നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക, നെഗറ്റീവായാലും പോസിറ്റീവായാലും. കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു മിനിയാന്ന് മുതൽ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ കൊല്ലം സുധിയുടെ ഭാര്യയെ ചെയ്ത ഈ ഇൻ്റർവ്യൂവിലെ പ്രസക്തമായ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ വായിക്കാം. രേണു സുധിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട, അവരുടെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നേക്കാൾ കൂടുതൽ മനോഹരമായിട്ട് നിങ്ങൾക്കറിയാം. കാരണം ഈ ലോകത്ത് ആദ്യത്തെ വൈദവ്യം ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീയാണ് അവർ. ആദ്യമായിട്ട് ഭർത്താവ് മരിച്ചതിന് ശേഷം അഭിനയ ലോകത്തേക്ക് വന്ന സ്ത്രീയാണ് അവർ. സൗന്ദര്യമില്ലാത്ത ആദ്യത്തെ അഭിനേതാവാണവർ. അഭിനയിക്കാൻ അറിയാത്ത ആദ്യത്തെ അഭിനേതാവാണവർ. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ അവർക്കുണ്ട്. കാരണം നമ്മൾ ചാർത്തി കൊടുത്തതാണ് അവർക്ക്. നിനക്ക് അഭിനയം നിർത്തി പോയിക്കൂടെ, നിൻ്റെ മോന്ത എന്താണ് പശു പിളർന്ന പോലെയാണല്ലോ, എലി ബോഡി ഷേമിംഗ് ആണ് അവർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലാണ് മനുഷ്യൻ കമൻ്റ് ഇടുന്നത്. അതൊരു മനുഷ്യ സ്ത്രീയല്ലേ, അത് 2 കുട്ടികളുടെ അമ്മയല്ലേ, എന്നെയും നിങ്ങളെയും പോലെ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുള്ള ഒരു വ്യക്തിയല്ലേ അവർക്കിഷ്ടമുള്ള തൊഴിലാണ് അവരുടെ അഭിനയം. അത് വേണമെങ്കിൽ നമുക്ക് ആസ്വദിക്കാം, വേണമെങ്കിൽ നമ്മൾ കാണാതിരിക്കാം. ഈ ഫിലിം ഫീൽഡിലും സീരിയൽ ലോകത്തും എല്ലാം ഉള്ളവരെല്ലാം എല്ലാം തികഞ്ഞ അഭിനേതാക്കളാണോ? നമ്മളുടെ കാഴ്ചപ്പാടനുസരിച്ച് മാത്രമാണോ മറ്റൊരാൾ അഭിനയിക്കേണ്ടത്? നമുക്കിഷ്ടമല്ലെങ്കിൽ കാണാതിരിക്കാം. അതിന് പകരം അവരെങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്തിനാണ്? അവരെങ്ങനെ സമൂഹ മാധ്യമത്തിലിട്ട് പൊരിച്ചു കളയുന്നത് എന്തിനാണ്? എനിക്കവരോട് ഏറ്റവും കൂടുതൽ ബഹുമാനം. എന്താണ് അവരെത്ര പൊക്കി പറയാൻ കാരണം? നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചാൽ എനിക്കവരെ വ്യക്തിപരമായിട്ട് അറിയില്ല. ജീവിതത്തിൽ എന്തെങ്കിലും അവർ നേരിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ കടന്നു പോകുന്ന മാനസിക വ്യത, അതിൻ്റെ ആഘാതം അത് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. എങ്ങനെയാണ് അവർ മക്കളെ വളർത്തുന്നത്? അവർ എന്തോരം പ്രസവിച്ച മക്കളാണോ? അല്ല. കൊല്ലം സുധിയുടെ ഭാര്യ, ആദ്യത്തെ ഭാര്യയിലുള്ള കുട്ടിയാണ് മൂത്ത കുഞ്ഞ്. ഇവരെ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർക്ക് ഏകദേശം 24-25 വയസ്സ് പ്രായമുള്ളൂ. ആ സമയത്ത് 11 വയസ്സ് പ്രായമുള്ള കുട്ടീനെ കൊണ്ട് തന്നെ അമ്മയെന്ന് വിളിച്ചപ്പോൾ അത് ഹൃദയം കൊണ്ട് വിളി കേട്ടവരാണവർ. ആ വിളി ഇന്നത്തെ ദിവസം വരെ കേട്ടുകൊണ്ടിരിക്കുന്നൊരമ്മയാണത്. നമ്മൾ മനസ്സിലാക്കണം, ഭർത്താവ് കൂടെ ഉണ്ടായിട്ടും മക്കളെ ഉപേക്ഷിച്ച് തനിക്കിഷ്ടപ്പെട്ടവൻ്റെ കൂടെ മക്കളെ ആലോചിക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് അമ്മമാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മക്കളെ നിഷ്കരുണം കൊന്നിട്ട് കാമുകന്മാരെ കൂടെ ഒളിച്ചോടി പോകുന്ന അമ്മമാരുള്ള നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പേ, പാൽമണം മാറുന്നതിന് മുമ്പേ ചോരക്കുഞ്ഞിനെ നിഷ്കരുണം കൊന്നു തള്ളുന്ന അമ്മമാരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവർ തൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ തണലിൽ ഒതുങ്ങി ആ സ്നേഹത്തണലിൽ മാത്രം നിന്ന് ജീവിച്ചൊരു വ്യക്തിയാണ്. പിന്നീട് അവർ സ്വാഭാവികമായിട്ടും സുധി മരണപ്പെട്ടു, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു. ഒറ്റപ്പെടലിൻ്റെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടോ? ആ കാലഘട്ടം നിങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? നമുക്ക് ചിലപ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ കൂടെ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടാവും. ഇവരുടെ അടുത്ത് 2 കുഞ്ഞുങ്ങളാണുള്ളത്. ആ മക്കളിൽ ഒരാൾ പഠനാവശ്യം പുറത്താണ്, അല്ലേ, മറ്റു സ്ഥലത്ത് പോയി താമസിക്കുന്നു. ഈ ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ ആരെങ്കിലുമൊക്കെ, ചിലർ ചോദിക്കുന്നത് മറ്റാരെങ്കിലും സഹായിക്കൂലേ? നമ്മൾ എത്ര കാലം മറ്റൊരാളെ സഹായത്തിൽ ജീവിക്കും? ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കും? ഒരാളെ മുന്നിൽ കൈ നീട്ടിയിട്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു തൊഴിലിടം കണ്ടെത്തി. അതിനെന്താ അത്ര തെറ്റ്?
അവർക്കിഷ്ടപ്പെട്ട തൊഴിൽ അവർ നേടി അതിൽ സംതൃപ്തിയോടെ അവർ മുന്നോട്ട് പോവുകയാണ്. അതൊരു 100 രൂപ ആയിക്കോട്ടെ, 50 രൂപ ആയിക്കോട്ടെ, 500 രൂപ ആയിക്കോട്ടെ, അത് അഭിമാനത്തോടെ ചിലവഴിക്കാൻ പറ്റും. തൻ്റെ മക്കൾക്കൊരു മിഠായി വാങ്ങിക്കൊടുക്കാൻ, ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ, നല്ലൊരു യാത്ര പോകാൻ സാധിക്കുന്നുവെങ്കിൽ അതത്രയും നല്ല കാര്യമല്ലേ? അതല്ലേ അവർ ചെയ്യുന്നുള്ളൂ. അവർ തിരഞ്ഞെടുത്ത ഫീൽഡാണ്, അത് അവരുടെ ചോയ്സ് അല്ലേ? അത് നമ്മളെന്തിനാണ് ഇത്ര വികാരം കൊള്ളുന്നത്? കൊല്ലം സുധിയുടെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. ആദ്യമായിട്ടാണ് ഒരു ആക്ടർ ഭാര്യ അഭിനയത്തിലേക്ക് വരുന്നത്. ഇപ്പം നമ്മുടെ മല്ലിക ചേച്ചി, അതായത് സുകുമാരൻ്റെ ഭാര്യ മല്ലിക ചേച്ചി, താൻ പോരിമയുള്ള 2 ആൺമക്കളുള്ള അമ്മയാണ് അല്ലേ? അമ്മനെ ഏത് വിധത്തിലും സ്വർഗത്തിൽ ജീവിപ്പിക്കാൻ കോലത്തിൽ സാമ്പത്തിക നേട്ടമുള്ള 2 മക്കളുടെ അമ്മയാണവർ. ഭർത്താവ് മരണപ്പെട്ട കാലത്ത് തന്നെ അവർക്ക് ജീവിക്കാനും മക്കളെ വളർത്താനും മാത്രം സാമ്പത്തികമായിട്ടൊരു അടിത്തറ കെട്ടിപ്പടുത്തു കൊടുത്തിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. പിന്നീട് അവർക്ക് ഒരുപക്ഷെ ഈ തൊഴിലിലേക്ക് വരേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. പക്ഷെ അവർ തൻ്റെ മക്കളെ വളർത്തി വലുതാക്കി വീണ്ടും ഈ അഭിനയ മേഖലയിലേക്ക് വന്നു. പണത്തിന് ആഗ്രഹിച്ചിട്ടല്ല അവർ വന്നത്, അവർ ആ തൊഴിലിനെ സ്നേഹിച്ച് വന്നതാണ്, തൻ്റെ പാഷൻ്റെ പിന്നാലെ വന്നതാണ്. അവരൊന്നും നിങ്ങളിങ്ങനെ പോയി ഇൻ്റർവ്യൂ ചെയ്യുന്നില്ലല്ലോ, സമൂഹമധ്യത്തിലേക്ക് വലിച്ചിട്ടെടുക്കുന്നില്ലല്ലോ. KPSC ലളിത, അങ്ങനെ എത്ര നടിമാർ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം സിനിമയിലും സീരിയലിലൊക്കെ തിളങ്ങി നിന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണോ രേണുസുതി മാത്രം ഒരു ഭർത്താവ് മരിച്ച് വൈദവ്യം ഏറ്റുവാങ്ങിയിട്ട് ഈ ലോകത്തേക്ക്, ഈ അഭിനയ ലോകത്തേക്ക് കടന്നു വന്നത്? ആ തരത്തിലാണ് അവരെ വിമർശിക്കുന്നത്. പിന്നെ അവരെ ഇറക്കി വെട്ടുന്ന കഴുത്ത്, അവരെ പൊക്കിൽ ചുഴി കാണുന്നത്, അവരഭിനയിക്കുമ്പോൾ അവിടെ മുഖഭാവങ്ങൾ, അവർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എല്ലാം തികഞ്ഞവരാണോ ഈ അഭിനയ മേഖലയിലുള്ളവരെല്ലാം? ചിലരൊക്കെ അങ്ങനെയാണെങ്കിലും ബഹുഭൂരിപക്ഷം അങ്ങനെയാണോ? അവർക്ക് ഇഷ്ടമുള്ള തൊഴിലെടുത്ത് തൻ്റെ മക്കളെ വളർത്തി അവരെ ചേർത്ത് പിടിച്ച് ഈ സമൂഹത്തിൽ സമാധാനത്തോടെ ജീവിച്ചോട്ടെ കരുതിയാൽ പോരെ? ഇനി കുറച്ച് ഇൻ്റർവ്യൂ ചെയ്ത ആളുകൾ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് കടക്കാം നമുക്ക്. ഇവർ ചോദിക്കുകയാണ്, പുതിയ തൊഴിൽ മേഖല തിരഞ്ഞെടുത്തപ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ അഭിപ്രായം ചോദിച്ചിരുന്നു. സ്വന്തം വ്യക്തി ജീവിതത്തിൽ തനിക്കൊരു ജോലി മുന്നിൽ വരുന്ന സമയത്ത് അതിൽ തീരുമാനമെടുക്കാൻ എല്ലാവരുടെ സമ്മതവും ആവശ്യമുണ്ടോ? അവനവൻ്റെ വീട്ടുകാരെ, അവനവൻ്റെ മക്കളെ, അവനവൻ്റെ ഭർത്താവിൻ്റെ സമ്മതം മതിയില്ലേ? ഇനിയിപ്പോൾ ഒരു സജഷൻ ചോദിക്കാതെ ഇരിക്കട്ടെ, ഇവർക്ക് ഈ ചോദ്യം ഇവിടെ ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ലക്ഷ്മി നക്ഷത്രം മാത്രമായിരുന്നോ സ്റ്റാർ മാജിക്കിലുണ്ടായിരുന്നത്? അല്ലല്ലോ. ഈ എല്ലാ ആളുകളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ട് രേണുവിന് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമോ? ലക്ഷ്മി നക്ഷത്രം വേണ്ടെന്ന് പറഞ്ഞാൽ രേണു അഭിനയത്തിലേക്ക് വരാതിരിക്കുമോ? അതൊരു വ്യക്തിപരമായ ചോയ്സ് അല്ലേ? അനാവശ്യമായ ചോദ്യമാണ് ചോദിക്കണേ. അടുത്ത ചോദ്യം അതിനേക്കാളും സങ്കടം. പെർഫ്യൂം തീർന്നു പോയോ? ഏത് പെർഫ്യൂം? ലക്ഷ്മി നക്ഷത്ര സുധിയുടെ വിയർപ്പിൻ്റെ മണമുള്ള, രക്തത്തിൻ്റെ മണമുള്ള, അയാളുടെ ജീവൻ തുടിക്കുന്ന മണം ഒരു പെർഫ്യൂമായിട്ട് ഏൽപ്പിച്ചു. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഇവർ ചോദിക്കും, അത് തീർന്നു പോയോ? പുറത്ത് പോകുമ്പോൾ ശരീരത്തിൽ പുരട്ടാറുണ്ടോ? ഉടനെ രേണു പറയുന്നു, അതങ്ങനെ പുരട്ടുന്നതിനൊരു മണമാണ്, അത് പുറത്തേക്കൊന്നും പുരട്ടാൻ പറ്റൂല. ബുദ്ധിയുള്ള സുഗന്ധം പരത്താനാണ്, നമുക്ക് സ്വയം സുഗന്ധം, നമ്മളിൽ നിന്ന് സുഗന്ധം പടരാനാണ്. എന്നിട്ട് ഈ ഒരു സ്മെൽ എന്താണെന്ന് ഈ ചോദിക്കുന്ന ആളുകൾക്കറിയാം, കൃത്യമായിട്ടറിയാം അത് പുരട്ടാനുള്ളതല്ല എന്നുള്ളത്. എന്നിട്ട് അവർ മനഃപൂർവ്വം ചോദിക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ് അത് പുരട്ടാനുള്ളതല്ല. അതൊരു തെറ്റായിപ്പോയി. അവർ പറഞ്ഞതല്ലേ എൻ്റെ ശരി, അത് പുരട്ടാനുള്ളതല്ല. അതവർക്ക് തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ വീട്ടിൽ വേണം, തൻ്റെ ബെഡ്റൂമിൽ വേണം, തൻ്റെ ചിന്തയിലും ഓർമ്മയിലും വേണം തോന്നുന്ന നിമിഷങ്ങളിൽ. നമ്മൾ 24 മണിക്കൂറും ഭർത്താവ് മരിച്ചാൽ ആ ഭാര്യ ഭർത്താവിനെ ആലോചിച്ചിരിക്കുക, ഭാര്യ മരിച്ചാൽ ഭർത്താവ് ഭാര്യനെ ആലോചിച്ചിരിക്കുക. വേറെ പണിയൊന്നും ചെയ്യൂലേ? മറ്റ് മക്കളെ വളർത്തുന്ന പണിയൊന്നുമില്ലേ? ജോലിക്ക് പോകണ്ടേ? വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണ്ടേ? തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റണ്ടേ? യഥാർത്ഥത്തിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നല്ലേ, ആ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടണം എന്നല്ലേ യഥാർത്ഥ സ്നേഹമുള്ള ആളുകൾ വിചാരിക്കുക. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകളായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മറവി. എപ്പോഴാണ്
നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ മരണപ്പെടുന്ന സമയത്താണ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും തീക്ഷ്ണമായ വേദനകൾ നമ്മളെ നിരന്തരം വേട്ടയാടാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മറവി. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മളെ മാതാപിതാക്കൾ മരിക്കുന്ന സമയത്ത് നമ്മളത് മറക്കണില്ലേ? നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണ്. നമ്മളെ ഭർത്താവ്, ഭാര്യ, മക്കൾ അവരൊക്കെ മരിക്കുന്ന സമയത്ത് നമ്മളത് മറക്കുന്നില്ലേ? അവർക്കിഷ്ടമുള്ള തൊഴിലെടുത്ത് അവർ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ്? പിന്നെ അവരാണ് ആദ്യമായിട്ട് കുറച്ച് എക്സ്പോസ് ചെയ്ത് അഭിനയിക്കുന്ന ഒരാൾ. ഒരു സീരിയലിൽ മുഖം കാണിച്ചു കഴിഞ്ഞാൽ ഒരു ആങ്കറിങ് അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും അച്ഛൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ തുറക്കാറുള്ളൂ. നമ്മളെന്നും മരണപ്പെട്ടവരങ്ങനെ ആലോചിച്ച് വീട്ടിലിങ്ങനെ പദം പറഞ്ഞ് കരഞ്ഞിരിക്കലാണോ? അവർക്ക് മക്കളൊരു പുതിയ ഒരു തൊഴിലിന് അല്ല ഒരു കോഴ്സിന് പോകുമ്പോൾ, വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ, ഒരു വിശേഷ ദിവസങ്ങൾ, അവരുടെ ഓർമ്മ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് അവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ തികട്ടി വരുമ്പോൾ ഒരുപക്ഷെ ആ മനുഷ്യനെ ഈ ലോകത്ത് നമുക്ക് കാണാൻ തോന്നും അല്ലേ? ആ ശബ്ദം ഒന്ന് കേൾക്കാൻ തോന്നും. അയാൾ ഒരിക്കൽ കൂടി ജീവിതത്തിൽ തിരിച്ചു കിട്ടിയെങ്കിലും നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെയുള്ളൊരു നിമിഷത്തിൽ ആ മനുഷ്യൻ്റെ ജീവനുള്ള അല്ലെങ്കിൽ ജീവൻ തോന്നിപ്പിക്കുന്ന ആ മണം അവർ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിട്ടുണ്ടാവുക അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കും. അതിങ്ങനെ പെർഫ്യൂമിൻ്റെ മണത്തോടു കൂടിയല്ലല്ലോ ആസ്വദിച്ചിട്ടുണ്ടാവുക. ആ വ്യക്തിയുടെ യഥാർത്ഥ ഗന്ധമായിരിക്കുമല്ലോ അവർ ആസ്വദിച്ചിട്ടുണ്ടാവുക. പല ഭാര്യമാരും അവരുടെ പഴയ തുണികൾ മടക്കി ഒതുക്കി സൂക്ഷിച്ച് വെച്ചേ കാണാറുണ്ട്. ചിലർ ആ ഓർമ്മകൾ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരരുതെന്ന് തന്നെ ആ വസ്ത്രങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നവരും കാണാറുണ്ട്. മക്കളതായാലും ഭാര്യമാരതായാലും അച്ഛനമ്മമാരതായാലും. ഇപ്പം നമ്മളെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തനായ അല്ലെങ്കിൽ കോടീശ്വരനായ യൂസുഫ് അലി സാറ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ഒരു തട്ടം തൻ്റെ ബാഗിൽ എപ്പോഴും കരുതാറുണ്ടെന്ന് പറഞ്ഞു. ഉമ്മയുടെ സാമീപ്യം അറിയാൻ. അദ്ദേഹം കോടീശ്വരനല്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹം തൻ്റെ ഉമ്മയെ അത്രമാത്രം പ്രിയപ്പെട്ടതായി ചേർത്ത് പിടിക്കുന്നു. ആ ഉമ്മയുടെ സാന്നിധ്യം എപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്നു. അതന്നെയല്ലേ രേണുസുദ്ദീൻ ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ഔന്നിത്യം ഉണ്ടാവുകയും രേണുസുദ്ദീൻ ചെയ്യുമ്പോൾ അത് വാട എന്ന് പറയും. അവരതിൻ്റെ യഥാർത്ഥ വശേ പറഞ്ഞുള്ളൂ. അതിനിട്ട് നമ്മൾ അവരങ്ങനെ ഇട്ട് പൊരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ ഭർത്താവ് നഷ്ടപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ പാടുപെടുന്ന ഒരു പാവ സ്ത്രീയാണ്. എന്തിനാണ് അവരെ സമൂഹ മധ്യത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്നത്? ആളുകളെ കൊണ്ട് ഈ നെഗറ്റീവ് കമൻറ്റിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് അവരെ പിന്നാലെ കൂടുന്ന ഓൺലൈൻ മീഡിയക്കാർക്ക് അമ്മയും പെങ്ങളൊന്നും വീട്ടിലില്ലേ? അവരാണ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. നിങ്ങൾ എന്താ പറയുക? എത്ര ആക്ടേഴ്സിൻ്റെ ഭാര്യമാർ അവരുടെ മരണാനന്തരം പല തൊഴിലുകളിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പിന്നാലെ നിങ്ങൾ പോയിട്ടുണ്ടോ? അവരോടൊക്കെ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ അടുത്ത ചോദ്യമാണ് അവർ ചോദിക്കുന്ന ചോദ്യം. അതായത് ഒരു ദിവസം മാറ്റി വെക്കാനില്ലേ ലക്ഷ്മി നക്ഷത്രയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ? ഇതുവരെ വന്നിട്ടില്ലേ? ഒരു കുനിഷ്ട ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഇവരൊരു മറുപടി പറയുമല്ലോ, അതായത് വന്നിട്ടില്ല, എന്താണെന്നറിയില്ല. അവർ പറയുന്നുണ്ട് അവർക്ക് ഒരുപാട് തിരക്കാണ്, സമയം കിട്ടിയിട്ടില്ല, എന്നിട്ടും ഇവർക്ക് തൃപ്തിയാവുന്നില്ല. എങ്കിലും ഒരു ദിവസം മാറ്റി വെച്ചൂടെ? അത് ലക്ഷ്മി നക്ഷത്രത്തിൻ്റെ താല്പര്യമല്ലേ? ആരെ വീട്ടിൽ പോകണം, ദിവസം മാറ്റി വെക്കണോ? അത് രേണു പറയേണ്ടതാണോ? എന്തിനാണ് അവരെ ഒരു വിവാദത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വലിച്ചെഴുക്കുന്നത്? എന്നിട്ട് അടുത്ത ചോദ്യം, സിനിമക്കൊക്കെ പോവാറുണ്ടോ? അപ്പോൾ അവർ പറയാം എനിക്ക് ഒറ്റയ്ക്ക് പോകാനില്ല, എനിക്ക് എന്നെ സിനിമക്ക് ആരാ കൊണ്ടുപോകുന്നത്? അപ്പോൾ ദാസേട്ടനെ കൂടെ കൂട്ടിക്കൂടെ? ഈ ദാസേട്ടൻ ആരാണ്? അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവർ ഒരുപക്ഷെ സഹോദരനെ പോലെ ഏറ്റവും നല്ല സുഹൃത്തിനെ പോലെ കണ്ട് വളരെ സുരക്ഷിതത്വത്തോടു കൂടി അഭിനയിച്ച് തീർക്കുന്ന ഇടമായിരിക്കും അത്. എന്നിട്ട് ഇവർ ചോദിക്കുകയാണ് ദാസേട്ടൻ്റെ കൂടെ കൂട്ടിക്കൂടെ? അതിന് അവർ പറയുന്ന മറുപടി, അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോവും. വീണ്ടും അവരതന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഫാമിലിയും വിളിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ പോവും. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നാളെ അടിച്ചിറക്കുക ഇതൊന്നും ആയിരിക്കില്ല എന്നവർക്ക് വ്യക്തമായ ബോധമുണ്ട്. അവർ മാത്രമല്ല, അവർക്ക് 2 മക്കളുണ്ട്. ഈ ദാസേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിക്കും ഒരു കുടുംബമുണ്ട്. ഇതൊന്നും ആലോചിക്കാതെ അവരെ നെഗറ്റീവുകളിലൂടെ ചിത്രീകരിക്കപ്പെടുന്ന സമയത്ത് അവരുടെ മക്കളിത് വായിക്കുമ്പം അവരെ കേൾക്കുമ്പം അവരനുഭവിക്കുന്ന വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
ദാസേട്ടൻ മാത്രമാണ് അവർക്ക് കൂടെ സിനിമ പോകാനുള്ളത്. അവിടെ അയൽപ്പക്കത്ത് ആളുണ്ടാവില്ലേ, കൂട്ടുകാരുണ്ടാവില്ലേ, ആണായാലും പെണ്ണായാലും മറ്റു കൂട്ടുകാരുണ്ടാവില്ലേ, അവിടെ മക്കളില്ലേ? ഇതേ ചോദ്യം എന്നാൽ കിച്ചുവിനെ കൂട്ടി പോയിക്കോ എന്നല്ല ചോദിച്ചത്, ദാസേട്ടനെ കൂട്ടി പോയിക്കോടെ. ആവശ്യമില്ലാതെ ചോദിക്കുകയാണ്, വിവാദങ്ങളിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. അവരായിട്ട് ഉണ്ടാക്കി തീർക്കല്ല, അതിനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക ചെയ്യണത്. ഇതിൻ്റെ അടുത്ത ചോദ്യം, അപ്പോൾ ഇവർ പറയുന്നുണ്ട് ദാസേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം ഉണ്ടാക്കുമോ ചോദിക്കുന്നുണ്ട് അവരെന്ന്. അവരത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നെങ്കിലും നമ്മൾ അവരിലേക്ക് ഒരു ചാർത്തി കൊടുക്കുകയാണ്, നിങ്ങളുടെ റിലേഷൻ ഇതാണ്. അവരത് സഹോദര തുല്യം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പറയണേ ഏയ് അങ്ങനെ കാണാൻ പാടില്ല, അത് ദാസേട്ടൻ സഹോദരനല്ല, നിങ്ങളുടെ കാമുകനാവണം, അല്ലെങ്കിൽ നാളെ നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാവണം. ആ രീതിയിലേക്ക് അവരെ എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. അടുത്ത ചോദ്യം അതിനേക്കാളും ഭയാനകം. നിങ്ങൾക്ക് സ്ഥലം തന്ന അച്ഛൻ അദ്ദേഹത്തിൻ്റെ സ്ഥലം വിൽക്കാനുള്ള മാർക്കറ്റിംഗ് തന്ത്രമായിട്ടല്ലേ രേണു സുധിക്ക് സ്ഥലം തന്നത്. അപ്പം തന്നെ അവർ തിരുത്തി, എനിക്കല്ല സ്ഥലം തന്നത്, എൻ്റെ മക്കൾക്കാണ്. ഫ്ലവേഴ്സ് സ്ഥലവും വീടും കൊടുത്തിട്ടുള്ളത് സുധിയുടെ മക്കളുടെ പേരിലാണ്, ഇവർക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് വ്യക്തമായിട്ട്. അപ്പോൾ അവർ പറയുകയാണ്, അല്ല ഇതിങ്ങനെ കാട് പിടിച്ച് വിൽക്കപ്പെടാതെ കിടന്ന സ്ഥലമല്ലായിരുന്നോ? അങ്ങനെ തന്നെയല്ലേ എല്ലാ മുതലാളിമാർ സ്ഥലം വിൽക്കുന്നത്, പൈസ ഉണ്ടാക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒന്ന് തുടങ്ങും, അല്ലെങ്കിൽ ആർക്കെങ്കിലും വെറുതെ കൊടുക്കും, അവിടെ ജനവാസ യോഗ്യമാക്കും, അതിൻ്റെ പിന്നിലുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റഴിക്കും. ഇതാദ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണോ? ഇവരവർക്കെതിരെ ഒരു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളെ വിവാദമാക്കാമെന്ന് കരുതി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരെ ഈ വിവാദത്തിലേക്ക് വലിച്ചയച്ച് കൊണ്ടുവരികയാണ് ഇൻ്റർവ്യൂ എന്ന പേരിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്. അവർ സ്ത്രീ ആയതുകൊണ്ടും അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ല എന്നുള്ള വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, അല്ലേ? കാരണം മറ്റൊരു നടിമാർക്കെതിരൊന്നും ഇങ്ങനത്തെ ചോദ്യശരങ്ങളൊന്നുമില്ല. ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, മക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, വിവാഹമോചനം ചെയ്തവരാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് നേരെ ഒന്നും ഇത്തരം ക്രൂരമുനകളുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ഇവരെ സമൂഹത്തിൻ്റെ ഇടയിൽ പരിഹാസ്യ കഥാപാത്രമാക്കി അത് കണ്ട് കുറേ ആളുകൾ കമൻ്റ് ഇടാനും അത് കണ്ട് ചിരിക്കാനും എത്രമാത്രം മനോവൈകൃതമുള്ള ആളുകളാണ് നമുക്ക് ചുറ്റിലുള്ളതെന്നാണ് ഞാൻ ചിന്തിച്ച് നോക്കിയത്. ഒരു സ്ത്രീ അവൾ മുന്നോട്ട് കുതിക്കാൻ തയ്യാറാവുകയാണ്, ഏത് ഫീൽഡായിക്കോട്ടെ. അവൾ മയക്കുമരുന്നോ കള്ളോ കച്ചവടം ചെയ്യില്ല, പെൺവാണിഭം നടത്തില്ല, വ്യഭിചാരം തൊഴിലാക്കി മാറ്റിയവളല്ല. അവൾ ഈ സമൂഹ മധ്യത്തിൽ അഭിമാനബോധത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് പൊതുജന മധ്യത്തിൽ വന്ന് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. തൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞായിട്ട് പോലും അതിനെ നെഞ്ചോട് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തൻ്റെ മകനായി വളർത്താൻ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നൊരു സ്ത്രീയാണവർ, ഒരമ്മയാണവർ. ആ ഒരു അവസ്ഥയിൽ അവരെ കാണാൻ ശ്രമിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അവരെ നെഗറ്റീവ് കൊണ്ട് നെഗറ്റീവ് കമൻ്റ് ഇട്ട് അവരെ ആത്മവിശ്വാസം തളർത്തി അവരെ ഈ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അവരും ജീവിക്കട്ടെ സന്തോഷത്തോടെ സമാധാനത്തോടെ.